+2 ആറാമത്തെ ചാപ്റ്ററാണ്. ആറാമത്തെ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. അതിലെ നമുക്ക് ആ ചാപ്റ്ററിനെ നമുക്ക് ഇതുപോലെ ഘട്ടമായിട്ട് 5 ടോപ്പിക്കായിട്ട് തിരിക്കാൻ പറ്റും. 5 ടോപ്പിക്കായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ തിരിക്കാൻ കഴിയും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ പറയുകയാണ്, ചാപ്റ്ററിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു റിക്വസ്റ്റാണ്. ഇതുവരെ മാത്സ് ഗുരുവിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മൾ എടുത്ത് തീർത്തിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ തീർന്നായിരുന്നു. അതിൻ്റെ എക്സസൈസ് ഉൾപ്പെടെയുള്ള പോർഷൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത് ചെയ്ത് തീർത്തിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്റർ അതുപോലെ തന്നെയാണ്. 3, 4, 5 ചാപ്റ്റർ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആറാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ആറാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ആറാമത്തെ ചാപ്റ്ററിനെ ഓരോന്നും നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. രണ്ടാമതായിട്ട് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. രണ്ടെന്ന് പറയുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ്. ദെൻ മൂന്നെന്ന് പറയുന്നത് ടാൻജന്റ് ആൻഡ് നോർമൽ. ടാൻജന്റ് ആൻഡ് നോർമൽ. നാലെന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ. നാലെന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ. അഞ്ചെന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ 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 ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമയാണ്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് യൂസ് ചെയ്ത് അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും പറയുന്നുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചും സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം മാക്സിമം ആൻഡ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനുശേഷം എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കുറച്ച് ഒരു ചെറിയ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇത് പക്ഷേ നിങ്ങളെ +2കാർക്ക് സയൻസ് ഗ്രൂപ്പുകാർക്ക് പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമായിരിക്കും ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് നിങ്ങൾ +1ലും +2ലുമായിട്ട് ഫിസിക്സ് ടോപ്പിക്കിനകത്ത് പഠിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അതിനെക്കുറിച്ച് മാത്തമെറ്റിക്കലി പ്രോബ്ലം വരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കൊമേഴ്സ് ഗ്രൂപ്പ് പഠിക്കുന്ന ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരിക്കും ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതായത് നിങ്ങൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യുമ്പോഴാണ് വെലോസിറ്റി കിട്ടുന്നത്. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ് എന്നൊക്കെ ഉള്ളത് ഈ +2 സയൻസുകാർക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. പിന്നെ അതിനകത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസിനകത്ത് പഠിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എല്ലാ ഈക്വേഷൻസും അതുപോലെ +1 വരെ പഠിച്ചിട്ടുള്ളതും അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ബേസിക് ഈക്വേഷൻസ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്യൂബിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്, അതുപോലെ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത്, അങ്ങനെ തുടങ്ങിയ ഇക്വേഷനുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് പഠിക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ വോളിയം ഓഫ് സ്പിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്, അതുപോലെ വോളിയം ഓഫ് ക്യൂബ്, റെക്റ്റാങ്കിൾ, 3 ഡയമെൻഷൻ ആയിട്ടുള്ള നിങ്ങൾ 10ാം ക്ലാസ്സിൽ വരെ പഠിച്ചിട്ടുള്ള 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഏത് ടോപ്പിക് ആയാലും അതിൻ്റെ വോളിയം, അതിൻ്റെ ഏരിയ, അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ എന്നൊക്കെ തുടങ്ങിയ കുറച്ച് ഇക്വേഷനുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് 10ാം ക്ലാസ്സിലുള്ള ഇതിൽ പറയുന്ന ടോപ്പിക്കിലുള്ള കാര്യങ്ങൾ ഞാൻ പറയും. അതിനുശേഷം നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സോളിഡ്സ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ സെഷനായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ ടെസ്റ്റിലാണെന്ന് എൻ്റെ വിശ്വാസം. അതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് നിങ്ങൾ സ്പിയർ, അതുപോലെ ഹെമിസ്പിയർ,
അതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം, അതുപോലെ അതിൻ്റെ ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ഇതൊക്കെ കണ്ടുപിടിക്കുന്ന കുറേ ഇക്വേഷനുകൾ നിങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷനുകൾ നിങ്ങൾ ഒന്ന് എടുത്തു വെച്ച് പഠിച്ചു വെച്ചേക്കുക, അത് ഉപകാരപ്പെടും. എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇക്വേഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങളടുത്ത് പറയത്തില്ല, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇന്നതാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് പഠിച്ചുകൊണ്ട് ഉപയോഗമുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മാക്സിമ ആൻഡ് മിനിമ ആണെന്ന് പറഞ്ഞു. ദെൻ രണ്ടാമതായിട്ട് പറഞ്ഞത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. ഇമ്പോർട്ടൻറ്റിൻ്റെ കേസിൽ ഇത് ഫസ്റ്റ് സ്ഥാനത്താണ് നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഈ രണ്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് പരമാവധി ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഈ ചോദിച്ചാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഇത് രണ്ടും. ടാൻജന്റ് ആൻഡ് നോർമൽ. ടാൻജന്റ് ആൻഡ് നോർമലിൽ ഒന്നും തന്നെ പറയാനില്ല, വളരെ എളുപ്പമായിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൂട്ടിനകത്തൊരു പോയിന്റ് നമ്പേഴ്സ് വരികയാണ്, ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. പോയിന്റ് നമ്പേഴ്സ് ഉള്ളതിൻ്റെ ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കാൻ പറയുകയാണ്. അല്ലെങ്കിൽ പോയിന്റ് അല്ലാത്ത നമുക്ക് ഡയറക്റ്റ് എന്താണ് 26ൻ്റെ സ്ക്വയർ നമുക്ക് അറിയത്തില്ല. അപ്പോൾ 26ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം, അത് എങ്ങനെ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അതിനകത്ത് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ ആണ്, ചാപ്റ്റർ 6 ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് dx/dt ചെയ്താൽ കിട്ടുന്നത് വെലോസിറ്റിയാണ്. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് dx/dt ആണ്. എക്സ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് നമുക്ക് d/dt ഓഫ് എക്സ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റിനെയാണ് ഞാൻ എക്സ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചെയ്യുമ്പോൾ, ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദെൻ ആക്സിലറേഷൻ മീൻസ് d/dt ഓഫ് വെലോസിറ്റി. d/dt ഓഫ് വെലോസിറ്റി, വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്, രണ്ട് പ്രാവശ്യം ആദ്യം ഇവിടെ ഒരു വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചെയ്തു, ദെൻ വീണ്ടും ആ വിലയെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്.
2 പ്രാവശ്യം ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പറഞ്ഞതിന് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ +2 സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിട്ടുള്ള തോന്നുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തോന്നാൻ ചാൻസ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. വെലോസിറ്റി എന്താണെന്നും ആക്സിലറേഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ആക്സിലറേഷൻ എന്താണ്, വെലോസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ ക്യൂബിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, ക്യൂബിന്റെ വെലോസിറ്റി ഓഫ് ക്യൂബ്, ക്യൂബിന്റെ വെലോസിറ്റി ഒരു സൈഡിനെ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ക്യൂബിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എ ക്യൂബ് ആയിരിക്കും. ഓക്കെ, അതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a ആയിരിക്കും. ഓക്കെ, ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a ആണ്. ദെൻ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദെൻ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്, പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L + B ആണ്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ദെൻ ഇതെന്ന് പറയുന്നത് സ്ക്വയർ ആണെങ്കിൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ലെങ്ത് വരും. അതായത് എ ആണ് ഒരു സൈഡെങ്കിൽ A² എന്നായിരിക്കും എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഏരിയ. ദെൻ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആയിരിക്കും. 4a ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ദെൻ 3D ഡയമെൻഷണൽ ക്യൂബ് അറിഞ്ഞിരിക്കുക. ദെൻ അടുത്തതായിട്ട് അറിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്, നമ്മളൊരു ഏതെടുക്കുകയാണെങ്കിൽ ഒരു സിലിണ്ടർ എടുക്കുകയാണ്. ഒരു സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഏതായാലും ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് വോളിയം പി. ബേസ് എന്ന് പറയുന്നത് സർക്കിളാണ്. സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ഓക്കെ, സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ πr²h. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് h ആയിട്ട് കൺസിഡർ ചെയ്തു. ഇത് h ആണ്. ഇവിടെ നിന്ന് സെൻറ്റർ വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് h ആണ്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് കൺസിഡർ ചെയ്തു. അപ്പോൾ πr²h ആണ് എന്നത് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് സ്ഫിയർ. ദെൻ ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു സ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഒരു സ്ഫിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി, മെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇതിനെ മടക്കിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, സ്ഫിയർ ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിനെ മടക്കി മാറ്റുമ്പോൾ ആ മടക്ക് വരെയുള്ള ആ പേപ്പറിന്റെ ഏരിയ എന്ന് പറയുന്നതാണ് ഈ സ്ഫിയറിന്റെ എന്തെന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സ്ഫിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ പേപ്പറിന്റെ ഏരിയ. പേപ്പറിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് മാറുന്നത്, ഇതിന്റെ ചുറ്റളവായിട്ടാണ് മാറുന്നത്. ഏതിന്റെ, ഈ സ്ഫിയറിന്റെ ബേസ് പെരിമീറ്റർ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് എന്താണ്, 2πr ആണ്. സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്. ഈ പേപ്പറിന്റെ ഇതെന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് ആണ്, ലെന്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, കർവ്ഡ്
സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2πr ഇൻറ്റു h. 2πrh ആണ്. 2πrh ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഏതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്? നമ്മുടെ ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. 2πrh ആണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഒരു സ്പിയറിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. ഓക്കെ, ദെൻ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ ഒരു സർക്കിൾ വരും, താഴെ ഒരു സർക്കിൾ വരും. അപ്പോൾ സർക്കിളിന്റെ ഏരിയയും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. നമുക്ക് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh ആണ്. പ്ലസ് രണ്ട് സർക്കിളിന്റെ ഏരിയ ആഡ് ചെയ്യുക 2 × πr². ഓക്കെ, 2 × πr². ഓക്കെ, ഇതിന് കോമൺ ആയിട്ടുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. 2π പുറത്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ 2πrനെ പുറത്തെടുക്കാം. 2πrനെ പുറത്തെടുക്കാം. എന്നതിന് ശേഷം h + r എന്ന് വേണമെങ്കിൽ എഴുതാം. 2πr × h + r എന്ന് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾ ഇങ്ങനെ മാത്രം പഠിച്ചു ചെയ്യുക. കർവ്ഡ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πrh + 2πr². 2πrh + 2πr² എന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ ടോപ്പിക്ക്, 10ാം ക്ലാസ്സിൽ ബാക്കിയുള്ളതെല്ലാം 10ാം ക്ലാസ്സിലുള്ളതാണ്. 10ാം ക്ലാസ്സിൽ ഉള്ള ടോപ്പിക് അല്ല, അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ളത് 10ാം ക്ലാസ്സിൽ ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ കഴിയും? അതിൻ്റെ എല്ലാത്തിൻ്റെ ഇക്വേഷനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ ഇക്വേഷനുകളെല്ലാം ഒന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഫിഗറിൻ്റെ എല്ലാത്തിൻ്റെയും ഇക്വേഷനുകളൊന്ന് എഴുതി വയ്ക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നോട്ടായിട്ട് മാർക്ക് ചെയ്യുക. dy/dx എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, dy/dx എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അനുമാനിച്ചെടുക്കേണ്ടതെന്ന് പറയുന്നത് if y increases as x increases, y എന്ന് പറയുന്നത് കൂടുന്നതിനനുസരിച്ച് x എന്ന് പറയുന്നതും എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. y കൂടുന്നതിനനുസരിച്ച് x ഉം കൂടുകയാണെങ്കിലാണ് dy/dx എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് കിട്ടുന്നത്. ഇത് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, dy/dx എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ y എന്ന് പറയുന്നത് ഡിക്രീസസ് ആൻഡ് x ഇൻക്രീസസ്. അതായത് y എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? കുറയുകയാണ് x കൂടുന്നതിനനുസരിച്ച്. x കൂടുന്നതിനനുസരിച്ച് y കുറയുകയാണ് ചെയ്യുന്നത്. x കൂടുന്നതിനനുസരിച്ച് y കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നോട്ടായിട്ട് എഴുതി വെച്ചേക്കുക. ഇത് നോട്ടായിട്ട് തന്നെ എഴുതി വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. then ക്വസ്റ്റ്യനിലേക്ക് പോവാം. find the rate of change of the area of the circle with respect to its radius r when r is equal to 3 cm and r is equal to 4 cm. അതായത് find the rate of change of area of the circle. അതായത് ഏരിയ എന്ന് പറയുന്നത്, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതുക. ഏരിയ എന്താണ്? πr² ആണ്. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് അതായത് dA/dE, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് circle, rate of change of the area of the circle with respect to its radius എന്നാണ് പറഞ്ഞിരിക്കുന്നത്. with respect to radius ലാണ് കണ്ടുപിടിക്കുന്നത്. that is dr. okay, dA/dr ആണ് കണ്ടുപിടിക്കുന്നത്. that is equal to d/dr of πr². that is equal to പൈ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. പൈയെ പുറത്തെടുക്കുക. d/dr of r². that is equal to pi to r എന്ന് കിട്ടും. r² റേഡിയസ് എന്താണ്? ഡെറിവേറ്റീവ് പറയുന്നത് 2r ആണ്. 2നെ ഫ്രണ്ട് എഴുതാം. 2πr എന്ന് കിട്ടി. ഓക്കെ, then നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? r is equal to 3 cm ആകുമ്പോഴും r is equal to 4 cm ആകുമ്പോഴാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്, ഈ ക്വസ്റ്റ്യൻ ആയിട്ട് r is equal to 3 cm. here 2π into
3, that is equal to 6 pi. Okay, 6 pi എന്ന് കിട്ടി. Then b എന്ന് പറയുന്നത് എന്താണ്? r is equal to 4 centimeter. r is equal to 4 centimeter. That is 2 pi into 4. That is equal to 8 pi centimeter square. Centimeter square area ആണ്. അതുകൊണ്ട് centimeter square ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 6 pi centimeter square. സെക്കൻഡ് എന്ന് പറയുന്നത് 8 pi centimeter square എന്ന് കിട്ടി. Then അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞു. The radius of a circle is increasing uniformly at the rate of 3 cm per second. Find the rate at which the area of the circle is increasing when the radius is 10 cm. അതായത് radius of the circle is increasing uniformly at the rate of 3 cm per second. അതായത് റേഡിയസിന്റെ റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് പറഞ്ഞിരിക്കുന്നത്. dr/dt is equal to 3 centimeter per second. Then find the rate at which the area of the circle. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താണ്? pi r സ്ക്വയർ ആണ്. Then dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു ടൈമിലാണ് ചെയ്യേണ്ടത്. dA/dt, d/dt of pi r square. Then pi എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. pi into d/dt of r square, that is equal to 2r into dr/dt എന്ന് കിട്ടും. ചെയിൻ റൂൾ ഉപയോഗിക്കുക. r സ്ക്വയറിന്റെ 2r ആണ്. r ന്റെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചെയ്യുമ്പോൾ dr/dt എന്ന് കിട്ടും. that is 2 pi into എന്താണ്? 2 pi r into dr/dt. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. എന്താണ്? pi into r സ്ക്വയറിന് എന്താണ്? 2r ആണ്. then dr/dt, r ന്റെ എന്താണ്? dr/dt. then with respect to t ചെയ്യുമ്പോഴാണ് ഇത് r ലാണ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് dr/dt പറയുന്ന വാല്യൂ വരത്തില്ല. നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്നതിൽ ചെയിൻ റൂളിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എന്തെന്ന് കിട്ടും? 2 pi r into dr/dt. 2 pi r into dr/dt. ഇവിടെ dr/dt എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എന്തെന്ന് തന്നിട്ടുണ്ട്? 3 cm per second തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് dA/dt is equal to dA/dt is equal to 2 pi r into dr/dt is equal to 3. That is equal to 6 pi r എന്ന് കിട്ടും. 6 pi r. ഞാൻ ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 10 cm. That is r is equal to 10 cm ആകുമ്പോൾ dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. dA/dt is equal to 6 pi into r is equal to 10. That is equal to 60 pi centimeter square per second. Okay, centimeter square per second. With respect to ടൈമിലാണ്, അതുകൊണ്ടാണ് സെക്കൻഡ് വന്നിരിക്കുന്നത്. ഓക്കെ, 60 centimeter square per second. Then ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. An edge of a variable cube is increasing at the rate of 3 cm per second. അതായത് ഒരു ക്യൂബിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 cm per second വീതം എന്താണ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് dx/dt 3 cm per second. How fast is volume of the cube? വോളിയം എങ്ങനെയാണ്? x ആണ് ഒരു സൈഡ് എങ്കിൽ അതിന്റെ വോളിയം കണ്ടുപിടിക്കുന്നത് പറയുന്നത് x ക്യൂബ് ആണ്. അതായത് വോളിയം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു x ക്യൂബ് ആണ്. അതിന്റെ വോളിയം എന്ത് മാത്രമാണ്? ഹൗ ഫാസ്റ്റ് ഈസ് ദ വോളിയം ഓഫ് ദി ക്യൂബ് ഇൻക്രീസിംഗ് വെൻ ദ എഡ്ജ് ഈസ് 10 cm ലോങ്. എഡ്ജ് 10 cm ലോങ് ആകുമ്പോൾ അതിന്റെ വോളിയം എന്ന് പറയുന്നത് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് dv/dt കണ്ടുപിടിക്കുക. dv/dt ഈസ് ഈക്വൽ ടു d/dt ഓഫ് x ക്യൂബ് ആണ്.
that is equal to x cube into the 3x square into dx by dt വരും. dx by dt dx by dt ആണ് ഇവിടെ തന്നിരിക്കുന്നത് 3 എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് 9 3 into 3 9 into x square 9x square എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. then ഇക്വേഷൻ നമ്പർ 2. then ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഡ്ജ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആകുമ്പോൾ എന്ത് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് x is equal to 10 centimeter, then dv by dt is equal to 9 into 10 cube square, that is equal to 9 into 10 square is equal to 100, that is equal to 900 centimeter cube per second. സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് ഇവിടെ വോളിയമാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വ്യക്തമായിട്ട് ഇതിലുള്ള എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക. ഇതേപോലെ തന്നെയാണ് ഓരോ ടൈമുകൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അത് മാത്രമേ ഇവിടുത്തെ പ്രാധാന്യമുള്ളൂ. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് കണ്ടതിന് ശേഷം ഇതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ടെസ്റ്റിലുള്ള എക്സസൈസ് ഒന്ന് ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതിലെ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.